സംഗീത സംവിധായകനും ഗായകനും സംഗീത അധ്യാപകനുമൊക്കെയായ സതീഷ് രാമചന്ദ്രൻ്റെ പ്രതികരണമാണ് ഈ വിഷയത്തിൽ ആദ്യമായി നമ്മൾ കേൾക്കുന്നത്. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഈ വിവാദത്തിൻ്റെ കുറേ വാർത്തകൾ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഒരു വളരെ എന്താ പറയുക, നമ്മുടെ ഒരു അന്തരീക്ഷത്തെ മലിനമാക്കുന്ന ഒരു 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 സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു കാലത്ത് ദാസാർ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാലും നമ്മൾ ഒരു ഹിന്ദു ആണോ ക്രിസ്ത്യൻ പാട്ട് പാടുന്നത്, ക്രിസ്ത്യൻ പാട്ട് ആരാണ് പാടിയത്, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ പാട്ട് ക്രിസ്ത്യനാണോ പാടുന്നതെന്ന് വേർതിരിവില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ നന്ദഗോവിന്ദം ഭജൻസ് ഒരു ഭജൻസ് ഗ്രൂപ്പ്, എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ തന്നെ ഇത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുള്ളൂ. അതും വളരെ പെട്ടെന്നാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ 25 വർഷമായിട്ട് അവർ പാടുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ കൂടുതൽ പോപ്പുലാരിറ്റിയിലേക്ക് എത്തിയത് ഈ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്കിടയിലാണ്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വേടൻ്റെ പാട്ടായാലും അതിനുശേഷം നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഗ്രൂപ്പായാലും. പക്ഷേ അതിന് അതിർവരമ്പുകൾ പ്രഖ്യാപിക്കുന്ന ആരാണെന്നുള്ളതാണ് ചോദ്യം. കാരണം ഇവിടെയെല്ലാം ഈ മതം എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ചർച്ചകളിലേക്ക് വരുന്നു എന്നുള്ളത് നമ്മളെ സാധാരണ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവരെന്ത് പാടണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ ഫ്രീഡം എന്ന് പറയുന്നത് അതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം നമുക്ക് എന്ത് പാടാം, അത് ഏത് പ്രൊമൈസിൽ ആവണം, എവിടെ വരെ ആകണം എന്നൊക്കെ തീരുമാനിക്കേണ്ടതും അവർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം അത് വലിയൊരു ചർച്ച ആയി മാറുന്നു എന്ന് പറയുന്നത് കലാകാരന്മാരെ സംബന്ധിച്ചോളം ഒരു അമ്പല കോമ്പൗണ്ടിൽ ഇനി എന്ത് പാടണം എന്നുള്ള ഒരു ചിന്തയും ഭീതിയും ഒക്കെ മറ്റുള്ളവരിലേക്കും പകരുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചോളം അവർക്ക് അത് പാടാം, പക്ഷേ ഒരു ക്രിസ്ത്യൻ പള്ളിക്കുള്ളിൽ ഒരു ഹിന്ദു ഭക്തിഗാനം പാടാമോ എന്നുള്ള ചർച്ചയില്ല. അതിൽ ഒരു നമ്മുടെ അമ്പലം എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിൽ ക്രിസ്ത്യൻ ഭക്തിഗാനം പാടാമെന്നുള്ള ചർച്ചയിലേക്ക് ഇപ്പം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ അവർ അതിന് കൃത്യമായൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് അവർ ആ സ്ഥലത്ത് അവർ പാടാനുള്ള കാരണം അവർ ഇത്രയും ദിവസം പാടിയത് ഹിന്ദു ഭക്തിഗാനം മാത്രമാണ്. അപ്പോൾ നമ്മൾ അവരെ വളരെ ഭംഗിയായിട്ട് സപ്പോർട്ട് ചെയ്യുകയും പിന്നീട് ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം അവർക്ക് ബന്ധമുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരു സ്ഥലത്ത് അവരത് പാടിയതാണ്. അവരത് എന്തുകൊണ്ട് പാടുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് പാടിയത്. പക്ഷേ അവിടെ പ്രശ്നം അവർ പാടിക്കഴിഞ്ഞത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം കൊണ്ടുണ്ട്. അതിനുശേഷം പിന്നീട് അത് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നു, കുറേ ആൾക്കാരെ ചേരിതിരിഞ്ഞ് അതിനെപ്പറ്റി ചർച്ചകൾ നടത്തുന്നു. അതിനെയാണ് ഞാൻ വളരെ അപകടകരം എന്ന് പറഞ്ഞത്. കാരണം അതവർ പാടിക്കഴിഞ്ഞു പോയി. കുറേ പേര് അവിടെ കേട്ടവർക്കൊന്നും ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൂട്ടത്തിൽ ഒരു 40 പാട്ട് അവർ പാടുന്നെങ്കിൽ അതിലൊരു പാട്ട് അവർ മറ്റൊരു മതത്തിൻ്റെ പാട്ട് പാടിയെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ പ്രധാന വിഷയം എന്ന് പറയുന്നത് കലാകാരന്മാർക്ക് അങ്ങനെ അതിർവരമ്പുകൾ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അതിർവരമ്പുകൾ തീരുമാനിക്കുന്ന ആരാണെന്നുള്ളതാണ്. അത് മതമാണോ എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു സംഭവത്തോട് എനിക്ക് തീർച്ചയായിട്ടും വിയോജിപ്പാണുള്ളത്. കാരണം ഇപ്പം ഞാൻ തന്നെ എനിക്ക് ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഒരു പ്രാമുഖ്യമില്ലെങ്കിലും അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിലും ഞാൻ ചിലപ്പം അവരുടെ ഗാനങ്ങൾ എനിക്കൊരു കലാകാരൻ എന്നുള്ള നിലയിൽ അവരൊന്ന് പാടാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പാടേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് പാടേണ്ടി വരും. അപ്പോൾ അവിടെ എൻ്റെ രാഷ്ട്രീയം ഇതാണോ? അടുത്ത ദിവസം ഞാൻ മോദി പ്രധാനമന്ത്രിയാകുമ്പോൾ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടാൽ ഉടനെ നീ സംഖ്യയാണോ, നീ കലാകാരൻ. അപ്പോൾ കലാകാരനെ രാഷ്ട്രീയം പാടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കലാകാരന് തീർച്ചയായിട്ടും അവരുടേതായ രാഷ്ട്രീയ ചിന്തകളും അവർക്കുള്ള ചിന്താധാരകൾ എന്തായാലും ശക്തമായിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ പലരും സൈലൻ്റായിട്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്മേലൊക്കെയുള്ള ഒരുപക്ഷെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ കാഴ്ചപ്പാടേ ഇതായിരിക്കത്തില്ല. പക്ഷേ അവരെ പറഞ്ഞ് മറ്റൊന്നാക്കി മാറ്റുന്ന ഒരു ചർച്ച ഈ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്നത് എനിക്കതൊരു നല്ല ആശാസ്യമായ കാര്യമായിട്ട് തോന്നില്ല. അവരിനിയും പാടട്ടെ. അതെ, അദ്ദേഹം പറഞ്ഞതുപോലെ അവരെ പറഞ്ഞ് ചില ആളുകളുടെ മാത്രമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റുന്നതിൽ അത് അത്ര ഗുണകരമായി വരുമെന്ന് തോന്നുന്നില്ല. അവരിനിയും പാടട്ടെ എന്നാണ്. വിശദമായിട്ട് തന്നെയാണ് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.